കാവിലിന് പകരമെത്തിയ ലിയം ഹെംസ്വർത്തിന് ഗെറാൾട്ട് ഓഫ് റിവിയ എന്ന കഥാപാത്രത്തിനോട് നീതി പുലർത്താനായോ? ദ വിച്ചർ എന്ന ഹിറ്റ് നെറ്റ്ഫ്ലിക്സ് സീരീസിന്റെ 4ാം സീസൺ കഴിഞ്ഞ ദിവസം റിലീസായി. പിന്നാലെ ഫാൻസ് തമ്മിൽ ചോദിച്ച ഒരു പ്രധാന ചോദ്യമാണിത്. ലിയം ഹെംസ്വർത്ത് ഗെറാൾട്ട് ഓഫ് റിവിയ എന്ന കഥാപാത്രത്തിനോട് നീതി പുലർത്തിയോ എന്ന്, അല്ലെങ്കിൽ ഹെൻറി കാവിൽ അവതരിപ്പിച്ചു പോയ ക്യാരക്ടറിനെ ഹെംസ്വർത്തിന് പകരം വെക്കാനായോ എന്ന്. ദ വിച്ചറിന്റെ ആദ്യ 3 സീസണുകളിലും ഗെറാൾട്ട് എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പ്രശസ്ത ഇംഗ്ലീഷ് നടനായ ഹെൻറി കാവിലാണ്. എന്നാൽ 3ാം സീസൺ റിലീസായതിനു പിറകെ ഹെൻറി സീരീസിൽ നിന്ന് പിന്മാറുന്ന വിവരം ആരാധകരെ അറിയിച്ചു. പകരം ഹങ്കർ ഗെയിംസിലൂടെ പ്രശസ്തനായ ഓസ്ട്രേലിയൻ ആക്ടറും ക്രിസ് ഹെംസ്വർത്തിന്റെ സഹോദരനുമായ ലിയം ഹെംസ്വർത്ത് പകരമെത്തിയത്. ഇത് ആരാധകരെ അസ്വസ്ഥമായി. സ്വാഭാവികമായും അസ്വസ്ഥമാകുമല്ലോ. അമാനുഷിക ശക്തിയുള്ള മോൺസ്റ്റർ ഹണ്ടറാണ് ഗെറാൾട്ട്. മാന്ത്രിക ശക്തി ഉള്ളതുകൊണ്ട് തന്നെ അയാൾ വിച്ചർ എന്നറിയപ്പെടുന്നു. സീരീസിന്റെ ടൈറ്റിൽ ക്യാരക്ടർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പുതിയൊരു ആക്ടർ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഫാൻസിനിടയിൽ അംഗീകരിക്കപ്പെടാൻ സമയമെടുക്കും. 3 വർഷം കൊണ്ട് നമ്മുടെ മനസ്സിൽ ഗെറാൾട്ടായി ഹെൻറി കാവിലിന്റെ മുഖം പതിഞ്ഞുപോയി. അതൊരു തെറ്റാണോ? യെനഫർ ഓഫ് വെങ്കർബർഗായി എത്തിയ ആനിയ ചലോത്ര, സിറില്ല ഓഫ് സിൻഡ്രയെ അവതരിപ്പിച്ച ഫ്രേയ ആലൻ, യാസ്കിർ എന്ന കഥാപാത്രമായി എത്തിയ ജോയ് ബെറ്റി എന്നിവരെല്ലാം പുതിയ സീസണിൽ തിരിച്ചെത്തുന്നുണ്ട്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഫാന്റസി സീരീസ് ആണ് ദ വിച്ചർ. പോളിഷ് എഴുത്തുകാരൻ ആൻഡ്രേ സാപ്കോവിസ്കിയുടെ നോവലിനെ ആസ്പദമാക്കിയാണ് സീരീസിന്റെ ക്രിയേഷൻ. ഫാൻ ഫേവറേറ്റ് ആയ സീരീസിൽ നിന്ന് ടൈറ്റിൽ ക്യാരക്ടർ എന്തുകൊണ്ടാണ് പോയതെന്ന് പലരും ചോദിക്കും. നിർമ്മാതാക്കളുമായി ഉണ്ടായ വിയോജിപ്പിനെ തുടർന്നാണ് പിന്മാറിയതെന്നാണ് ആദ്യം പുറത്തു വന്ന വിവരം. പിന്നീട് മറ്റ് കഥാപാത്രങ്ങൾ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇതിൽ നിന്ന് സ്വയം പിന്മാറിയതാണെന്നാണ് സീരീസിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഈ അടുത്ത് എന്റർടൈൻമെന്റ് വീക്കിലിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. 4ാം സീസണിലെ പുതിയ ഗെറാൾട്ട് ലിയം ഹെംസ്വർത്ത് ആകട്ടെ ഏറെക്കുറെ ശരീരഭാഷയിലും ഡയലോഗുകളിലും ഗെറാൾട്ടായി മാറാൻ പരിശ്രമിക്കുന്നുണ്ട്. ക്യാരക്ടറിനുള്ള ആനിമലിസ്റ്റിക് ആറ്റിറ്റ്യൂഡും രംബിനെസ്സും ഒക്കെ ഹെംസ്വർത്തിന് വഴങ്ങുന്നുണ്ട്. പക്ഷേ പഴയ ഗെറാൾട്ടിനോട് തോന്നുന്ന ഒരു ഇഷ്ടം പുതിയ സീസണിൽ നഷ്ടപ്പെടുന്നു. ആദ്യ സീസൺ മുതൽ ഹെംസ്വർത്ത് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് ഉണ്ടാവില്ലായിരുന്നു. പഴയ വിച്ചർ പുതിയ വിച്ചർ എന്ന പേരിൽ ഫാൻ പേജുകളിൽ ഇപ്പോഴും വലിയ പ്രതിസന്ധിയാണ്. ഹെൻറി കാവിലിന്റെ പകരക്കാരനെ ഗെറാൾട്ട് ഓഫ് റിവിയയോട് എത്രമാത്രം നീതി പുലർത്താനായെന്നത് സീരീസ് കണ്ടതിന് ശേഷം ഓരോ പ്രേക്ഷകനും സ്വയം തീരുമാനിക്കാം. അതല്ലേ നല്ലത്?